കൊച്ചി കോർപ്പറേഷൻ എൻ.ഡി.എ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിന്ന് BDJS വിട്ടുനിൽക്കുന്നു. ഹിജാബ് വിവാദമുണ്ടായ പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂൾ PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, ഈ സെന്റ് റീത്താസിലെ PTA പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിനിടയിലാണ് BDJSന്റെ വിട്ടുനിൽപ്പ്. എന്താണ് വിവരങ്ങൾ? അത് 30 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് NDA നേതൃത്വം പ്രഖ്യാപിച്ചത്. മറ്റ് സ്ഥാനാർത്ഥികളെ വൈകാതെ പ്രഖ്യാപിക്കും. അതിൽ പ്രധാനപ്പെട്ട കാര്യം BDJS സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നാണ്. അതേസമയം BDJSുമായി ചർച്ചകൾ തുടരുകയാണെന്നും അവരെ ഒരു തരത്തിലും അവഗണിച്ചിട്ടുമില്ല എന്നുമാണ് DGP നേതൃത്വത്തിന്റെ വാദം. ഇനിയും ബാക്കി 46 സീറ്റുകൾ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സമയമുണ്ട്. അവരുമായി സംസാരിക്കുമെന്നാണ് മാധ്യമങ്ങളോട് BJP നേതാക്കൾ പറഞ്ഞത്. അതേസമയം ഇന്ന് പ്രഖ്യാപിച്ച പട്ടികയിൽ നേരത്തെ കൗൺസിലർമാരായി പ്രവർത്തിച്ചിരുന്നവരും ഒട്ടേറെ പുതുമുഖങ്ങളും വനിതകളും ഉൾപ്പെടെയുള്ളവരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹിജാബ് വിവാദമുണ്ടായ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ നാഷണലിസ്റ്റ് പീപ്പിൾസ് പാർട്ടിയുടെ, അതായത് NDAയുടെ ഘടകകക്ഷിയായ നാഷണലിസ്റ്റ് പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥിയായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ 62ാം ഡിവിഷനിൽ നിന്നാണ് ജോഷി കൈതവളപ്പിൽ മത്സരിക്കുക. മറ്റ് ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളെല്ലാം ഇതോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കോർപ്പറേഷൻ NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിന്ന് BDJS വിട്ടുനിൽക്കുകയാണ്.